ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് നിർമ്മൽ. കാർണിവോറസ് പ്ലാന്റ്സും അത് വെച്ച് എങ്ങനെ ഒരു ടെറാറിയം സെറ്റ് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ്. ചെടികളെ ഗ്ലാസിൻ്റെ അകത്ത് വളർത്തുക അല്ലെങ്കിൽ ടെറാറിയം എന്ന് സ്വതവേ അറിയപ്പെടുന്ന ഈ ഒരു ഗ്രോയിങ് സ്റ്റൈൽ ഇപ്പോൾ നമ്മളുടെ ഗാർഡൻസിൽ വളരെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു കാലമാണ്. പ്രത്യേകിച്ച് ചെടികൾ എല്ലാം ഇൻറ്റീരിയർ അല്ലെങ്കിൽ ഇൻഡോർ സ്പേസുകളിലേക്ക് നമ്മൾ ഗാർഡനിങ്ങിനെ കൊണ്ടുപോകുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാസക്തി നേടുന്ന ഒരു ഗ്രോയിങ് സ്റ്റൈലാണ് ടെറാറിയം കൾച്ചർ. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള ടെറാറിയംസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഡെസേർട്ട് പ്ലാന്റ്സ് അല്ലെങ്കിൽ സക്യുലൻസ് വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നോർമൽ ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ പ്ലാന്റ്സും മിക്സ് ചെയ്തിട്ടുള്ള ഒരുപാട് തരം ടെറാറിയംസ് നമ്മൾ സുപരിചിതമാണിപ്പോൾ. എന്നാൽ മാംസഭോജി അല്ലെങ്കിൽ കാർണിവോറസ് പ്ലാന്റ്സ് വെച്ചിട്ടുള്ളൊരു ടെറാറിയം ഞാൻ അധികം ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിൽ കണ്ടിട്ടില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളൊരു ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് ആണ് ഇവ. അത് കാരണം ഞാൻ ഇത് വെച്ച് തന്നെയാണ് ആദ്യത്തെ എൻ്റെ ടെറാറിയം ട്രൈ ചെയ്ത് നോക്കിയത്. ഇപ്പോൾ ഇത് 8 മാസത്തോളമായി ഈ സെറ്റപ്പ് ഞാൻ ഉണ്ടാക്കിയിട്ട്. അത് നന്നായിട്ട് വളർന്നു, നന്നായിട്ട് റിസൾട്ട് തന്നു. അത് കാരണം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാണ്. ഞാൻ ആദ്യം ഒരു വീഡിയോ ഇതിനെക്കുറിച്ച് ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ. ഞാനിത് ഉണ്ടാക്കിയ സമയത്തുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കാർണിവോറസ് പ്ലാന്റ്സിനെ കുറിച്ചാണ്. കാർണിവോറസ് പ്ലാന്റ്സ് ഒരുപാട് ജനസിലും സ്പീഷീസിലും ഉണ്ട്. അതിൽ കുറേ സ്പീഷീസ് ഒന്നും നമ്മളുടെ ഇന്ത്യയിൽ അത്ര ഈസിലി അവൈലബിൾ അല്ല. പക്ഷേ അതിൽ അവൈലബിൾ ആയിട്ടുള്ള ചില സ്പീഷീസ് ഈസി ആയിട്ട് കിട്ടുന്നതാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. ആ ബാക്കിൽ കാണുന്നതിനെ നമ്മൾ നെപ്പന്തിസ് എന്ന് പറയും. നെപ്പന്തിസ് അതിൽ തന്നെ വെൻട്രാറ്റ എന്ന് പറയുന്ന ഒരു സ്പീഷീസാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അത് കൂടാതെ തന്നെ നിങ്ങൾ നോക്കുമ്പോൾ കാണാൻ പറ്റും, റൈറ്റ് സൈഡിൽ ആംപുലേറിയ എന്ന് പറയുന്നൊരു ചെറിയ നെപ്പന്തിസിൻ്റെ സ്പീഷീസും കൂടി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ചുമന്ന പിക്ചേഴ്സാണ് അതിന്, ചെറുതായിരിക്കും അത്. ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ഫണൽ പോലെ നീണ്ടു നിൽക്കുന്ന, എന്നാൽ പുല്ല് പോലെ പെട്ടെന്ന് കണ്ടാൽ തോന്നുന്ന സറാസീനിയ, അതിപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് അതിനെയാണ്. സറാസീനിയ എന്ന് പറയുന്ന ഒരു വേറെ ജനസ് ഓഫ് ഇരപിഡിയൻ സസ്യമാണ് സറാസീനിയ. അങ്ങനെ മെയിൻലി 3-4 വെറൈറ്റി ഓഫ് കാർണിവോറസ് പ്ലാന്റ്സ് ഇതിലുണ്ട്. ഇതെല്ലാം കൂടാതെ ഇതിൻ്റെ അകത്ത് നൈട്രജൻ ഒരുപാട് ബിൽഡപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി സാധാരണ നമ്മളുടെ പറമ്പിൽ കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ ഗാർഡനിൽ യൂസ് ചെയ്യുന്ന ചില വള്ളിച്ചെടികളും ഫേൺസും നമ്മളുടെ മതിലിൽ നിന്നൊക്കെ കണക്ട് ചെയ്ത മോസ് പായലുകളൊക്കെ ഉപയോഗിച്ചാണ് ഞാൻ ഈ അറേഞ്ച്മെൻറ്റ് ഫിനിഷ് ചെയ്തേക്കുന്നത്. കാർണിവോറസ് പ്ലാന്റ്സിൻ്റെ ഒരു ഡിസ്പ്ലേ അല്ലെങ്കിൽ ഒരു ചട്ടിയോ നമ്മൾ എന്തിൽ നടാണെങ്കിൽ തന്നെ അതിന് ഒരുപാട് മിനറൽ ബിൽഡപ്പ് അല്ലെങ്കിൽ വളക്കൂറുള്ള മണ്ണ് പാടില്ല. ഇതിനായി നമ്മളെപ്പോഴും കൊക്കോപീറ്റ് അല്ലെങ്കിൽ സ്പാഗ്നം മോസ് പോലത്തെ മീഡിയംസാണ് യൂസ് ചെയ്ത് വരുന്നത്. ഞാനിവിടെ ഇപ്പോൾ യൂസ് ചെയ്തേക്കുന്നത് കൊക്കോപീറ്റാണ്. പിന്നെ ഇതിൽ നമുക്ക് എപ്പോഴും നല്ല രീതിയിൽ വെള്ളം അല്ലെങ്കിൽ മോയ്സ്ചറിൻ്റെ അളവ് കൂടുതൽ വേണം. കാർണിവോറസ് പ്ലാന്റ്സ് ഒക്കെ ബോഗ് എന്നൊരു സിറ്റുവേഷനിൽ വളരുന്ന ചെടികളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതുപ്പ് എന്ന് പറയാം മലയാളത്തിൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു മണ്ണാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ നമ്മളെപ്പോഴും അതിൻ്റെ മണ്ണിലുള്ള വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് വളരെ ഹൈ ആയിരിക്കണം. എന്നാൽ അത് ഒരുപാടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെടിയുടെ വേരുകൾ ചെയ്യാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് അടിയിൽ സാധാരണ ടെറേറിയംസിന് കൊടുക്കുന്നത് പോലെ ഒരു ഫോൾസ് ബോട്ടം ആൻഡ് ഒരു ഡ്രെയിനേജിന് വേണ്ടിയുള്ളൊരു ഏരിയ നമ്മൾ ക്രമീകരിക്കേണ്ടതാണ്. ഞാനിവിടെ പെബിൾസ് വെച്ചാണ് അത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ടോപ്പിൽ ഞാൻ നോർമലി നമ്മളുടെ ഇൻറ്റീരിയർ സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യുന്ന LED ബൾബാണ് യൂസ് ചെയ്തേക്കുന്നത്. ലൈറ്റായിട്ട് ദിവസവും ഒരു 12 മണിക്കൂർ അത് ഓൺ ചെയ്തിടും. അപ്പോൾ രാവിലെ ഇപ്പോൾ 6 മണിക്കാണെങ്കിൽ വൈകുന്നേരം 6 മണി വരെ അത് ഓൺ ചെയ്യും. അതാണ് അതിൻ്റെ ഒരു സൈക്കിൾ. അപ്പോൾ 12 hours ലൈറ്റും 12 hours ഇരുട്ട് കൊടുത്താണ് ഇപ്പോൾ ഈ ചെടിയെ വളർത്തിയിരിക്കുന്നത്. അത് നന്നായി പോകുന്നുണ്ട്. പിന്നെ ഈ ഒരു സെറ്റപ്പിൽ ഏറ്റവും മുകളിൽ ഞാൻ നമ്മുടെ സാധാ ഗാർഡനിലൊക്കെ യൂസ് ചെയ്യുന്ന ചട്ടിയാണ് അതിൻ്റെ ടോപ്പായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. അതിന് ഹോൾസും ഉണ്ട്. അപ്പോൾ എയർ സർക്കുലേഷനും ആ ഹോൾസ് വഴി നടക്കും. ഓവറോൾ ഇതിപ്പോൾ 7-8 മാസം കൊണ്ട് വളരെയധികം ഞാൻ പ്രതീക്ഷിച്ചതിലും നന്നായിട്ടൊരു ശരിക്കൊരു കാട് ഫീൽ വരുന്നുണ്ട് ആ ചെടി ഗ്ലോബിൻ്റെ അകത്ത്. അപ്പോൾ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ തന്നെ ഒരു ടെറേറിയത്തിൻ്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോജക്റ്റാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ കണ്ടിട്ട് ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു കെയർ വീഡിയോ അല്ലെങ്കിൽ ഹൗ ടു മേക്ക് സച്ച് എ ടെറേറിയം എന്നുള്ളൊരു വീഡിയോ അടുത്ത് തന്നെ ഇറക്കുന്നതാണ്. സോ ടിൽ ദെൻ
സപ്പോർട്ടിനെല്ലാം നന്ദി. എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.